പിണറായി വിജയനാണോ അച്യുതാനന്ദനാണോ LDFിലെ നല്ലൊരു മുഖ്യമന്ത്രി? അതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇവരിൽ ആരാണ് ഏറ്റവും നല്ല LDF മുഖ്യമന്ത്രി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആക്കോട് ചോദിച്ചു നോക്കാം ഇവരിൽ ആരാണ് ബെറ്റർ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അച്യുതാനന്ദനാണോ പിണറായി വിജയനാണോ നല്ല LDF മുഖ്യമന്ത്രി? അത് പറയോ? നല്ല LDF മുഖ്യമന്ത്രി മാസപ്പടി വാങ്ങിച്ച പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറയാൻ പറ്റുമോ? പന്നിനെ എടുത്ത് തോട്ടിക്കളഞ്ഞാൽ കൊള്ളാം. രണ്ടു കൂട്ടരും നല്ലതല്ല. അവർ രണ്ടു കൂട്ടരും ഈ കേരളത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അവർക്ക് അവരുടെ സ്ഥാനം ഉറപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ പാവം ആളുകളെ ഉപയോഗിച്ചു എന്നുള്ളതല്ലാതെ തൊഴിലാളി വർഗ സിദ്ധാന്തം പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന ഇടതുപക്ഷത്തിന്റെ പിണറായി വിജയനോ അച്യുതാനന്ദനോ ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികൾക്കോ സാധാരണക്കാർക്കോ ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല. ഇനിയൊരു ഇലക്ഷൻ വരാണെങ്കിൽ LDFന് സപ്പോർട്ട് കൊടുക്കും. ആർക്ക്? LDFന് ഞാനാ. ഈ കേരളത്തില് മനുഷ്യജന്മത്തിൽ പറഞ്ഞ ഒരൊറ്റ മനുഷ്യനും സപ്പോർട്ട് ചെയ്യൂല. തലയിൽ ആൾതാമസമുള്ള ഒരാളും ഈ കല്ലും കട്ടിയും മണ്ണും ഒക്കെ തലയിലുള്ളവൻ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. കുറെ ന്യായീകരണ തൊഴിലാളികൾ മാത്രം. എന്തുകൊണ്ടാണ് അച്യുതാനന്ദൻ എന്ന് പറയുന്നത്? എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ. ഇയാള് ഒരു നമുക്ക് പറയാൻ പറ്റില്ല, എന്താ പറയാ, സ്വച്ഛാധിപതിയാ. അങ്ങനെയൊക്കെ സാറ്റിസ്ഫൈഡ് അല്ല, ഒരിക്കലും അല്ല. ഇനിയിപ്പോ ഒരു ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരിക്കലും കേറൂല. ഉറപ്പാ. LDF മുഖ്യമന്ത്രിമാര് പറഞ്ഞു തന്നെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരെല്ലാവരും നല്ലവർ തന്നെയാണ്. കാര്യമായ പരിഷ്കാരങ്ങൾ മുഴുവൻ കേരളത്തിൽ മാറ്റിയിട്ടുണ്ട്. ജനങ്ങൾക്ക് സാമൂഹ്യ ക്ഷേമ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്നതും ഇടതുപക്ഷ മുഖ്യമന്ത്രിമാരാണ്. അവരുടെ ഭരണത്തിൻ കാലത്താണ് കാതലായ മാറ്റങ്ങൾ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത്. രണ്ട് തരത്തിലുള്ള ഇതാണ്. അച്യുതാനന്ദൻ്റെതായ ഒരു സ്റ്റൈലുണ്ട്, പിണറായിയുടെ. പക്ഷേ പിണറായി ശക്തനായ മുഖ്യമന്ത്രിയാണ്. പക്ഷെ ഒരുപാട് നെഗറ്റീവ്സ് ഒക്കെ പത്രങ്ങൾ മീഡിയകൾ സൃഷ്ടിക്കുന്നതാണ്. അതായത് നെഗറ്റീവ്സ് ഒക്കെ അത് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ശരിയായ രീതിയിൽ പീഡിപ്പിക്കുകയാണ് കേരളത്തെ. അത് സാധാരണക്കാരായ ജനങ്ങൾ പഴയതുപോലെയല്ല. മാതൃഭൂമി മനോരമയൊക്കെ കാണിക്കുന്ന പോലെയുള്ള പ്രശ്നങ്ങളല്ല. മറ്റുള്ള ഓൺലൈൻ മാധ്യമങ്ങളോടൊക്കെ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളല്ല. പെൻഷൻസ് 16 മാസം കൊടുക്കാതിരുന്നപ്പോൾ ആർക്കും വലിയ പ്രശ്നം ഉണ്ടായില്ലല്ലോ. ഇപ്പൊ മാതൃഭൂമി മനോരമയൊക്കെ എടുത്തൊരു വലിയ രീതിയിൽ കിടന്നിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. 16 മാസം കിട്ടാതിരുന്നപ്പോഴോ അതും 600 രൂപ, ഇപ്പൊ 1600 രൂപയാക്കി. ഇതൊക്കെ ഇപ്പൊ ഈ ഇറിയക്കുട്ടിയൊക്കെ വന്നെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ശരിക്കും അതൊന്നും ഒരു പ്രശ്നമേ അല്ല. അത് തന്നെയല്ല, ഈ സമയത്ത് ഇടതുപക്ഷം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായ ചലനങ്ങൾ സൃഷ്ടിക്കും. എന്തുകൊണ്ടാണ് ഭരണം അതുപോലെ? പിണറായി വിജയന്റെ ഭരണത്തിൽ സാറ്റിസ്ഫൈഡ് ആണോ? പൊതുവേ അല്ല. എന്തുകൊണ്ടാണ്? അത് മൊത്തം അവസ്ഥയും കാര്യങ്ങളും അങ്ങനെ തന്നെ ആയതുകൊണ്ട്. അച്യുതാനന്ദനാണോ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് പിണറായി വിജയനേക്കാളും? അത്രേ ഉള്ളൂ. LDF മുഖ്യമന്ത്രി എന്നും അച്യുതാനന്ദൻ തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. എല്ലാം പോസിറ്റീവായിട്ട് കാണുന്നുണ്ട്. പിണറായി വിജയനോ അങ്ങനെ പോസിറ്റീവായിട്ട് കാണുന്ന നമ്മൾ മീഡിയയിലൊന്നും കാണലില്ല. അത് ഒരു ഹാപ്പി ഫേസ് അല്ല തോന്നുന്നുണ്ടോ? സന്തോഷമുള്ള ആളായിട്ട് തോന്നണില്ല ഫേസ്. ഇനിയിപ്പോ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി ആണെന്ന് തോന്നുന്നുണ്ടോ അടുത്ത തവണ? ഇന്നത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ആവാൻ സാധ്യതയില്ല. ഇത് ലാസ്റ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ? അവസാനത്തെ ആണെന്നുണ്ടോ LDF മുഖ്യമന്ത്രി? അല്ല, അങ്ങനെ നമ്മൾ അവസാനത്തെ നമ്മൾ പറയാൻ പറ്റില്ലല്ലോ. ഇത് ഒരാളെ പറ്റി നമ്മൾ അവസാനത്തെ പറയാൻ പറ്റില്ല. ഇല്ല, അവസാനത്തെ LDF ഗവൺമെന്റ് എന്നൊന്നും പറയാൻ പറ്റൊന്നുമില്ല. എന്നാ കാലാവസ്ഥ തിരിഞ്ഞു മാറിയണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ല, അതിന് സാധ്യതയുണ്ട്. രണ്ടാളും കുഴപ്പമില്ല. ഇവർ രണ്ടുപേരും നോക്കുമ്പോൾ ആരാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്? നല്ല കഴിവുള്ള നല്ലത് തന്നെയാണ്. പിണറായി നല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പിണറായി നല്ല മുഖ്യമന്ത്രിയാണ്. അപ്പൊ ഇവര് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാവരും തെറി പറയുന്നുണ്ട് പിണറായി വിജയൻ. അല്ലല്ല, അതത് കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഇപ്പോഴത്തെ
യുവാക്കൾക്ക് യുവതികൾക്ക് നാട്ടിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതാണ് പിണറായി വിജയൻ. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെറുപ്പക്കാരല്ലേ. അതുപോലെ VS ആ കാലഘട്ടത്തിൽ അന്നിടെ അടുത്ത് കാലമല്ല ഇന്ന് കാലം മാറി കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു നല്ല മുഖ്യമന്ത്രിയായിരുന്നു VS-ഉം. അതേപോലെ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് നല്ലൊരു മുഖ്യമന്ത്രിയാണ് പിണറായി. അങ്ങനെയാണ് ഒരു അഭിപ്രായം. രാഷ്ട്രീയം വെച്ച് നല്ല മുഖ്യമന്ത്രി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അഴിമതി മുഖ്യമന്ത്രിയാ പിണറായി വിജയൻ. ഷോർട്ട്കട്ട്. അച്യുതാനന്ദൻ നല്ല മുഖ്യമന്ത്രിയായിരുന്നു. അച്യുതാനന്ദൻ EMS ഒക്കെ നല്ല ഭരിച്ചിരുന്നതാണ്. ഇവര് തമ്മിൽ നോക്കുകയാണെങ്കിൽ വളരെ ഭൂമിയും നക്ഷത്ര ഭൂമിയും അല്ല ആകാശം ഭൂമിയിൽ വ്യത്യാസമുണ്ട്. ഇപ്പത്തെ ഭരണത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല. ഒട്ടുമല്ല. ഭരണം ശരിക്കും അഴിമതിയാണ്. എല്ലാവരും കടം മേടിക്കുക, ദൂർത്തടിക്കുക. കേരള ബാങ്ക് എത്ര കോടി കടം മേടിച്ചു, ഇപ്പോൾ മേടിച്ചു 10-20 എത്ര കോടി, 4500 കോടി 5000 കോടി കടം മേടിച്ചാണ് കൊടുത്തു എന്ന് പറഞ്ഞാട്ടെ. ഇലക്ഷൻ വരില്ലേ, LDF വോട്ട് കൊടുക്കില്ല. ഞാൻ കോൺഗ്രസ് പാർട്ടിയാണ്. ഞാൻ കോൺഗ്രസിന് വോട്ട് കൊടുക്കുക. എൻ്റെ കോൺഗ്രസ്സാണ്. ഞാൻ ചെറുപ്പത്തിൽ തന്നെ സ്കൂളിലും മേലൊക്കെ KSU അതിൽ പ്രവർത്തിച്ചു. ഞാൻ കേരളത്തിലാണ്. ഞാൻ ഇപ്പോൾ ബോംബെയിലായിരുന്നു. ഇവിടെ വന്നിട്ട് ഒരാഴ്ചയായി, ഒരു മാസമായി. അടുത്ത 2 ആഴ്ചയുള്ളിൽ പോവും. ഞാൻ ലുല്ലു മോൾ കാണാൻ വന്നത്. അവിടെ എൻ്റെ മോൾ അവിടെ ഉണ്ട്. അപ്പോൾ ഏതാ ബെൽറ്റ് നോക്കാൻ വേണ്ടിയാണ്. അപ്പോൾ വലിയ ഈ മോളാണ്. അവിടെ ക്യാപിറ്റൽ മോളുണ്ട് അവിടെ. ഓക്കെ, 2 വന്നിട്ട്. താങ്ക് യു.